ദ ബ്ലാക്ക് ഹോൾ ഇൻസൈഡസ്, തമോഗർത്തം, എന്നിലുള്ള തമോഗർത്തം. കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് യോബിൻ്റെ കാര്യത്തിലെക്കുറിച്ചാണ്. യോബ് ഭയപ്പെട്ടത് യോബിനെ സംഭവിച്ചു. നമ്മുടെ ഉള്ളിലെല്ലാം ഭയമുണ്ട്. നമ്മൾ എത്ര മിടുക്കെന്ന് പറഞ്ഞാൽ, എത്ര ഉന്നതിയിലിരിക്കുന്ന, എത്ര വലിയ വചനം പ്രസംഗിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഉന്നത പദവി ഇരിക്കുന്ന പ്രസിഡൻ്റാകാം, പ്രൈം മിനിസ്റ്ററാകാം, എല്ലാവരുടെ ഉള്ളിൽ ഭയമുണ്ട്. ഭയമില്ലാത്ത വ്യക്തികൾ വളരെ കുറവാണ്. എന്നാൽ ഭയമില്ലാത്ത അവസാനത്തെ സ്റ്റേജ് എത്തിയ വ്യക്തികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് യോബിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള കറുത്ത ആ ഭാഗം വെട്ടം പോലും ചെന്ന് അകത്ത് കയറത്തില്ല. അതുപോലത്തെ കറുത്ത ഭാഗം എന്നും നമ്മളെ സങ്കടത്തിലേക്ക് വലിച്ച് എത്ര ദൈവം നന്മ ചെയ്താൽ നമ്മൾ കാണൂല. അങ്ങനെ യോബിൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് എല്ലാം കൊടുത്ത് സമൃദ്ധനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെട്ട യോബിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്റ്റേജായി. മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെട്ട് 3 കൂട്ടുകാർ വന്ന് ഇന്നും യോബിനെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. ശരിയാണ്, അവർ വന്നു, നല്ലത് തന്നെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ യോബിനെ കുത്തിക്കൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി. യോബിനും സംശയം തുടങ്ങി. യോബ് പറഞ്ഞ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം. 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം എന്നെ മറന്നു കളഞ്ഞു, തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവി. ഇതൊക്കെ ആരാണ് ഈ പറയുന്നത്? ഇത്രയും കാലം അങ്ങേറ്റം സുഖമായിട്ട് ദേശത്തെ അറിയപ്പെടുന്ന യോബിന് എല്ലാം എടുത്തു മാറ്റിയപ്പോൾ യോബ് കരഞ്ഞു പറയുകയാണ്, അയ്യോ ദൈവം എന്നെ മറന്നു പോയല്ലോ. നമ്മളങ്ങനെയല്ലേ പറയുന്നത്? അയ്യോ എൻ്റെ ദൈവം എന്നെ മറന്നു. അത് നമ്മൾ ചോദിക്കുന്നില്ലേ? ചോദിക്കാത്ത ദൈവം. ഞാനിത് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് ആത്മാവ് കരയുകയായിരുന്നു. അയ്യോ എൻ്റെ നെഞ്ചിനകത്ത് കർത്താവിൻ്റെ ഒരു ദൈവം എന്നെ മറന്നു കളഞ്ഞു, തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു. അതായത് ഞാനൊരു വലയിൽ ഉൾപ്പെട്ട് ഒരു ബേർഡിനെ പോലെ, ഒരു പക്ഷിയെ വലയ്ക്കകത്ത് പിടിച്ചിരിക്കുന്ന പോലെ എനിക്കിപ്പോൾ തോന്നിക്കുന്നു. എനിക്ക് പറക്കാൻ വയ്യ. ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ സ്നേഹിച്ച് എല്ലാം കൊടുത്ത യോബ് പോലും ഇന്ന് കഷ്ടത്തിന് നടുക്ക് ദൈവം മറന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് യോബിനും മനസ്സിലാക്കും. ഈ പറയുന്നത് നമുക്ക് ഒട്ടുമില്ല. യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ നോക്കുകയാണ്. അപ്പോൾ യോബ് പറയുന്നത്, വൺ ഡേ യു വേക്ക് അപ്പ് ആൻഡ് റിയലൈസ് ദാറ്റ് ദ വെരി തിങ് യു ഫിയർഡ് ഹാസ് ഹാപ്പൻ ടു യു. അതായത് ഒരു ദിവസം ഇപ്പോൾ വിവാഹത്തിലൊക്കെ എൻ്റർ ചെയ്യുന്ന ആ പുരുഷന്മാരൊക്കെ ഇപ്പോഴത്തെ കാലത്തെ പറയുന്നു, കുറേ നാൾ ഒന്നിച്ച് ജീവിച്ച് അവർ പോകുമ്പോൾ അങ്ങ് പോയി. അപ്പോൾ എന്നും എല്ലാ ദിവസവും ഈ സ്ത്രീ ബാഗ് എടുത്ത് പോകുമെന്നുള്ള സാധ്യതയുണ്ട്. ഈ പുരുഷൻ ഇവളെ ഇട്ടേച്ച് പോകുന്നുള്ള സാധ്യതയുണ്ട്. ഫിയർ ക്രിപ്പിൾസ് ദ ജോയ് ഓഫ് യു. നമ്മുടെ ജീവിതത്തിലെ കളറില്ലാതായി പോവുകയാണ്. നമ്മളൊരു ഫെസ്റ്റിവൽ, ഇപ്പോൾ ഈ ഹോളിയിലൊക്കെ നമ്മൾ കാണത്തില്ല, ഒരു കളറ് വലിച്ചെറിയും. ലൈഫ് ഈസ് കളർഫുൾ. പക്ഷേ ഈ കളറ് ചോർത്തിക്കഴിഞ്ഞ് നമ്മൾ വരത്തില്ല, എന്നാൽ പ്രേതം ഈമ്പിയ പോലെ ഇരിക്കുന്നതെന്ന് പറയത്തില്ല നമ്മളെ കണ്ടാൽ. അങ്ങനെയല്ലേ പല വിശ്വാസികളും. പ്രാർത്ഥനയ്ക്ക് വരുവീൻ, ആദ്യത്തെ 10 മിനിറ്റ് ഏത് സ്ത്രീയുടെ മുഖത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പിന്നെ വചനം പറഞ്ഞു കഴിയുമ്പോൾ അവരെല്ലാം ബലപ്പെടുന്ന കാണാം. നമ്മളുൾപ്പെടെയാണ് ഈ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് യോബിന് പോലും സങ്കടമായിട്ട് അയ്യോ പറഞ്ഞു, അയ്യോ ദൈവം എന്നെ മറന്നു കളഞ്ഞല്ലോ, തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുക. ഞാനിപ്പോൾ ഒരു പക്ഷിയെപ്പോലെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ വയ്യ. എന്നാൽ അയ്യോ 19-7 പിന്നെയും വന്നു, അയ്യോ ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു, ആരും കേൾക്കുന്നില്ല. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നില്ല. അയ്യോ ഞാൻ ഒരു കള്ളനെ പോലെ നിലവിളിക്കുകയാണ്, എന്നെ ഒരു കള്ളനെ പോലെ എല്ലാവരും കാണുന്നു, എനിക്ക് ന്യായം കിട്ടുന്നില്ലേ എന്ന് ഞാൻ നിലവിളിക്കുന്നു, ആരും എന്നെ കാണുന്നില്ലേ. കള്ളു കുടിച്ചിട്ട് ഡ്രിങ്ക്സും ഡ്രഗ്സും എടുത്ത് ബോധമില്ലാതെ കിടക്കുന്ന പിള്ളേർ എവിടെയാണ് നീ കിടന്ന് ആർക്കറിയാം. നീ ഇന്നലെ അതും ഇതും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ഉള്ളിൽ ദൈവത്തിനകന്ന് ദൈവത്തോട് മറുത്ത് അവരെ ഒരു കള്ളനെ പോലെ മറ്റുള്ളവർ കാണുകയാണ്. അവർക്ക് ന്യായം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവരിയ്ക്കുകയാണ്. അവർ വളരെ വേദനയോട്. അതുതന്നെ യോബ് പറയുന്നു, എനിക്ക് ന്യായമെങ്ങും കിട്ടുന്നില്ലല്ലോ എന്ന്. യോബ് ചെറിയ ആളൊന്നും അല്ല. ജോബ് വാസ് ഫ്രസ്ട്രേറ്റഡ്. അവന് അങ്ങേയറ്റം സങ്കടത്തിൽ നിരാശനായിട്ട് നിൽക്കുകയാണ്. 19-8 ഇങ്ങനെ വായിക്കുന്നു. 8, എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എൻ്റെ വഴി കെട്ടി അടച്ചു, എൻ്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ മക്കളോട് ചോദിക്കാം, എന്താ അത് ചെയ്യാത്ത? മമ്മി എങ്ങനെ ചെയ്യാനോ? വഴി അടഞ്ഞിരിക്കുകയാണ്. എന്താ നീ കള്ളുകൂടി നിർത്താത്തത്?
എന്തിരുന്നിട്ടാണ് കള്ള് കൂടി നിർത്തിയിട്ട് എന്തെടുക്കാൻ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ബിക്കോസ് ദർ ഈസ് എ വാക്വം വിച്ച് യു cannot fill it by any means in the worldly sense. അതായത് ഈ ലോകത്തിലുള്ള എന്നെ കാര്യം കാണിച്ചാലും അത് നിറയ്ക്കാൻ സാധിക്കത്തില്ല. ഇവിടെയാണ് ഒറിജിനിലോട്ട് പോകുന്നത്. എവിടെയാണ് യോബിന് ദൈവത്തോട് അടുപ്പം ഉണ്ടെന്ന് പറയുന്നുവെങ്കിലും ദൈവം പോലും യോബിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവൻ നിൽക്കുക, അതൊരു സത്യമാണ്. ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തെ പറഞ്ഞ് മാറി തള്ളിപ്പറഞ്ഞു വെച്ച് നീ അങ്ങ് ചത്തേക്കാൻ പറഞ്ഞു. അതാണ് ഭാര്യയുടെ സ്നേഹം. പക്ഷെ അപ്പോൾ യോബ് പറഞ്ഞു, നീ എന്താ പൊട്ടയെപ്പോലെ സംസാരിക്കുന്നു? അപ്പോൾ ഒരു സ്ത്രീയും കൂട്ടുനിന്നില്ല. ആരും കൂട്ടു നിൽക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുകയും വേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല എങ്കിൽ ദൈവമേ നമുക്ക് സങ്കടത്തിൽ ആരും സഹായിക്കാൻ കാണത്തില്ല. അപ്പം പിന്നെ യോബ് പറയുന്നു, അയ്യോ എൻ്റെ കഷ്ടകാലം വന്നപ്പം എൻ്റെ തലയിലെ കിരീടം നീ എടുത്തു കളഞ്ഞല്ലോ. കിരീടം അല്ലെങ്കിൽ മുടി നമ്മുടെ പ്രശംസയാണ്. യോബിനെ ഇന്ന് വരെയും കണ്ടാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. യോബ് ദേശത്ത് വരുമ്പോൾ അവിടെ ഒരു ഉത്സവമുണ്ടായിരുന്നു. ഇന്ന് പറയുകയാണ്, എൻ്റെ തലയിലെ കിരീടം നീ എടുത്തു കളഞ്ഞല്ലോ. ഒന്ന് ചിന്തിച്ചു, നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ വലിയവനായ യോബ് ഇപ്പം ചാരത്തിൻ്റെ മുകളിൽ ദേഹമെല്ലാം അസുഖം പിടിച്ച് ചൊറി പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇരിക്കുന്ന മനുഷ്യനാണിപ്പോൾ. അദ്ദേഹം അന്നേരം പറയുന്നതാണ് 19-9 വാക്യത്തിൽ പറയുന്നു, എൻ്റെ പാതകൾ, എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. എനിക്കൊരു കാലത്ത് തേജസ് ഉണ്ടായിരുന്നു. Can you not relate to that? എൻ്റെ തേജസ് അവൻ എന്നിൽ നിന്ന് ഊരിയെടുത്ത് എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. നമ്മുടെ മുടി, രാജമുടി പോലെ നമ്മുടെ തലയിലിരിക്കുന്ന നമ്മുടെ പ്രശംസ ദൈവത്തിൻ്റെ ഗ്ലോറിയ, അത് മാറിപ്പോയെന്ന് യോബിന് മനസ്സിലായി. കറക്റ്റ്. ദൈവം ഒരു ചെറിയ കാലത്തേക്ക് നിൻ്റെ ഗ്ലോറി അല്ലെ മഹത്വം എടുത്ത് കളയുന്നെങ്കിൽ നിന്നെ എന്ത് പഠിപ്പിക്കാനാണ് നമ്മൾ ചിന്തിക്കാമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ഓരോ നിരാശനായിട്ട് ദരിദ്രനായിട്ട് ഭിക്ഷക്കാരനെ പോലെ. ഇതേ ഇന്നലെ ഇത് ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പറയാറ്, ഒരമ്മ അവരുടെ മകൻ മരിക്കാറായി കിടക്കുന്നു, മരിച്ചു പോകും. അപ്പോൾ അവരുടെ അപ്പൻ, ഈ കൊച്ചൻ്റെ അപ്പൻ ഒരു ഭിക്ഷക്കാരനെ പോലെ നിലത്തിരുന്ന് ആശുപത്രിയിൽ നിന്ന് കരയുന്നു. ഇതൊക്കെ കേട്ടാൽ നെഞ്ചു പൊട്ടത്തില്ലേ? നമ്മളൊക്കെ വിചാരിക്കുകയാണ് എല്ലാം ഓൾറൈറ്റ്, നമ്മളെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഒരസുഖം വരുമ്പോൾ നമ്മുടെ ബലം തീരും. നമ്മുടെ ശരീരത്തിൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ശക്തി തീരും. ചോരുന്നതായിട്ടുള്ള ശക്തികളാണ്. അപ്പോൾ യോബിനത് 4 കാര്യങ്ങളിലും യോബ് പറഞ്ഞു, എന്നെ ഒരു വേട്ടയ്ക്കിട്ട പക്ഷിയെപ്പോലെ ഇപ്പോൾ ആക്കി വലവഞ്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ഇടതോട്ടും നിലയോട്ടും തിന്നെ, നീ എൻ്റെ വാതിലടച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ആകപ്പാടെ ഫ്രസ്ട്രേറ്റഡാണ്. എനിക്ക് ദൈവത്തിന് എൻ്റെ തലയിലിരിക്കുന്ന കിരീടം പോലും, ആ മഹത്വത്തിൻ്റെ കിരീടം എടുത്തു കളഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതം വലിച്ചു കീറിയപ്പനെ പോലെ ഒന്നുമില്ലാത്ത. അപ്പോൾ ഈ പറയുന്ന 19-10 പറയാണ്, പിന്നെ അവൻ എൻ്റെ ചുറ്റും ക്ഷയിപ്പിച്ചു, എൻ്റെ കഥ കഴിഞ്ഞു, ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. അതല്ലേ നമ്മളും പലപ്പോഴും പറയുന്നത്. ഒരു വൃക്ഷം പിടുതാ പോലെ കിടപ്പുണ്ട്, നിലത്ത് കിടപ്പുണ്ട്. ഇന്നലെ വരെ വലിയ കൂറ്റൻ വൃക്ഷമായിട്ട് നിന്ന വൃക്ഷത്തിന്മേൽ ഫലം കായ്ച്ച് നിറച്ച് അനേകം മനുഷ്യർക്ക് അത്താണിയായിട്ട് നിന്ന യോബ് നിലത്തിപ്പോൾ കിടപ്പുണ്ട്. 3 കൂട്ടുകാരും കൂടെ വന്നിരിപ്പുണ്ട്. ഒന്നുമല്ല, അത്രയെങ്കിലും അവിടെ സംഭവിച്ചു. എത്ര പേരിയ്ക്കും? തനിയെ ഇരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഇടതും വലതും ഉണ്ട്. ചെല്ലാനുള്ള ധൈര്യം വരണമെങ്കിൽ നമ്മളിലുള്ള കറുത്ത ഹോള് മാറ്റണ്ടേ ഒന്നാമത്. പിന്നെ ഭയം മാറണ്ടേ. ആരെയും കുറ്റം പറയില്ല. ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാൻ കൂടിയാണ്. അപ്പം ഈ യോബിൻ്റെ 19-10 പറയുന്ന വാക്യം 10 പറയുന്നത്, അവൻ എൻ്റെ ചുറ്റും അങ്ങ് ക്ഷയിപ്പിച്ചു. ജോലിക്കാരില്ല, മൃഗങ്ങളില്ല, പറയാൻ ആളില്ല, ഭക്ഷണം ഉണ്ടാക്കി തരാനില്ല, ഭാര്യ ഉണ്ടായിരുന്നു, അവരും ഇല്ല. എൻ്റെ ചുറ്റും ക്ഷയിപ്പിച്ചു, എൻ്റെ കഥയെ കഴിഞ്ഞു. കറക്റ്റ്. എത്ര പേര് ഇതിൽ കൂടെ പോകുന്നുണ്ട്? പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. എത്ര പേരെ എനിക്കറിയാം പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. നാളെ ബാങ്കിൽ നിന്ന് എഴുത്ത് വരുമോ എന്നുള്ള പേടി, മറ്റന്നാൾ ഭാര്യ വിളിച്ച് പറയുമോ എന്നുള്ള പേടി, മക്കൾ ഒരു ഫോൺ ചെയ്ത് ഇനി ഞാൻ വരുന്നില്ലെന്ന്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്കാണ് ഈ വചനമെന്ന്. നമ്മുടെ ഉള്ളിലൊരു ബ്ലാക്ക് ഹോളുണ്ട്, ആർക്കും നികത്താൻ വയ്യാത്ത. അതിലേക്കൊന്ന് നോക്കാം നമുക്ക്. അടുത്ത ദിവസം അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. When the enemy hits us head in our blind spot, it feels as if our body temple has been destroyed.
ഇറ്റ് ഈസ് ഹാർഡ് ടു ബി നോർമൽ ആൻഡ് എവറിത്തിങ് ഈസ് ടോൺ ഡൗൺ. അതായത് ദുഷ്ടൻ വന്ന് നമ്മുടെ നെറ്റിക്കടിക്കുമ്പോൾ എല്ലാം തകർന്ന ഒരു ഫീലിംഗ്. യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. എന്തിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ? അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കണമല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മുടെ ഉള്ളിലുള്ള യോബിനെക്കുറിച്ച് നമ്മൾ വായിക്കും, യോബിലോട്ടല്ല നോക്കണ്ടേ, എന്നിലേക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഗർത്തമുണ്ടോ? വെളിച്ചം, ദൈവം എത്ര വെളിച്ചമയച്ച് എത്ര നന്മ ചെയ്താലും നന്ദിയുള്ള ഹൃദയം ഇല്ലാത്തവരാണ്. ആരെങ്കിലും നീ സഹായിക്കുക, അവൻ നാളെ നിനക്കെതിരായിട്ട് നിൽക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവം. അതാണ് ലോക ജീവിതം. എക്സെപ്ഷൻസ് ഉണ്ട്, ഒരിടത്ത് മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും. ദുഷ്ടനെ പോലും ദൈവം അനുകൂലമാക്കി തരും. അത് നമുക്ക് നാളെ എടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടം വന്നപ്പോൾ യോബ് ഏകനായിട്ട് ഭയപ്പെട്ടത് അവന് സംഭവിച്ചപ്പോൾ അവൻ്റെ ഭാര്യ പോലും അവനെതിരായിട്ട് സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന മക്കളും കൂടെയില്ല, അവരെല്ലാം മരിച്ചും പോയി. പിന്നെ 3 കൂട്ടുകാർ വന്നു, അവരെ കൊണ്ടൊരു ഗുണവും ഇല്ല. എന്താണ് ആ സ്ഥിതിയിൽ? എത്ര പേര് ജീവിതത്തിൽ കഴിയുന്നവരുണ്ട്. എത്ര ആൺമക്കൾ ഏകനായിട്ട് ജീവിച്ചിട്ട് ഒന്ന് വർത്തമാനം പറയാൻ, ഒന്ന് കേൾക്കാൻ ആളില്ല എന്ന് വേദനിക്കുന്നവരുണ്ട്. അമ്മ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പറയാൻ ആളുകളില്ല, തുണയായിട്ട് ആരുമില്ല. ദുഃഖിക്കുന്നവരുടെ ഭാരം കേൾക്കാൻ ആളുകളില്ല. ഒന്നാമത് അവനവനിലുള്ള ഈ ബ്ലാക്ക് ഹോൾ, ഈ കറുത്ത ഗർത്തം അഴിയാതെ എങ്ങനെ വല്ലവൻ്റെയും കേൾക്കും കർത്താവേ? എന്താന്നേലും പ്രശ്നം വലുത് തന്നെ. ഇത് അഴിച്ചു മാറ്റാൻ കഴിവുള്ള ഒരുവൻ നീ മാത്രം ആപിച്ച. ഞങ്ങളുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പഠിത്തം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ഇത് സാധിക്കത്തില്ല. അറിയാവുന്നവരോട് ചോദിച്ചാൽ അവർ നമ്മുടെ പ്രശ്നത്തിൽ കൂടെ അല്ലല്ലോ പോകുന്നത്. പക്ഷേ എല്ലാത്തിനും ഉത്തരവുള്ള ഒരു പരിശുദ്ധാത്മാവ്, എ കൗൺസിലർ, എൻ അഡ്വക്കേറ്റ്, എ കംഫർട്ടർ, എ ഗോഡ് ഹു റിസൈഡ്സ് ഇൻസൈഡ് അസ്. ദൈവം ഉള്ളിൽ. ആ ദൈവത്തെ ഒന്ന് ഉയർത്തി കാണിക്കാൻ ഞങ്ങളിൽ അന്തരാത്മാവിനെ ഒന്ന് പഠിപ്പിക്കണമേ. വചനത്തിൻ്റെ ബലത്തിലേക്ക് കയറ്റണമേ. അത് അടുത്ത ദിവസം അത് പറയാൻ പഠിപ്പിച്ചാട്ട്, നിൻ്റെ കൃപ കൊണ്ട് പൊതിച്ചാട്ട്, യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.